യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് സമാധാനമില്ലായ്മ. കുടുംബാംഗങ്ങൾ തമ്മിൽ വഴക്കും ബഹളവും അകൽച്ചയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരു സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിൽ അകൽച്ച സംഭവിക്കുന്നു. രാജ്യത്തിനുള്ളിൽ വിവിധ പാർട്ടികൾ തമ്മിലോ സംസ്ഥാനങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ മതവിഭാഗങ്ങൾ തമ്മിൽ തർക്കങ്ങളും വഴക്കുകളും കൊലപാതകങ്ങളും നടക്കുന്നുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ ഇന്ന് യുദ്ധങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നു. ഐക്യമില്ലായ്മ കൊണ്ടുണ്ടാകുന്നതാണ് ഈ സമാധാനമില്ലായ്മയും. ഇന്നത്തെ വചനത്തിൽ ഈശോ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ശിഷ്യന്മാർ ഒന്നായി തീരാൻ, അവർ ദൈവത്തിൽ വസിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. വ്യക്തിജീവിതത്തിലും ഇന്ന് സമാധാനത്തിൻ്റെ കുറവുണ്ട്. ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ വരുമ്പോൾ അവിടെയും വ്യക്തി ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുകയാണ്. ചിന്തിക്കുന്നത് തന്നെ പറയാനും പറയുന്നത് പോലെ പ്രവർത്തിക്കാനും സാധിക്കുമ്പോൾ സമാധാനമുണ്ടാവുകയാണ്. കുടുംബത്തിൽ അംഗങ്ങൾ തമ്മിൽ ഒരു സ്നേഹവും ഐക്യവും ഉണ്ടാകുമ്പോൾ സമാധാനം ഉണ്ടാകുന്നു. മതവിഭാഗങ്ങൾ തമ്മിൽ, സംസ്ഥാനങ്ങൾ തമ്മിൽ അഭിപ്രായ ഐക്യമുണ്ടാകുമ്പോഴാണ് അവിടെയും രാജ്യത്ത് സമാധാനമുണ്ടാവുക. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് ലോകസമാധാനമുണ്ടാകാനായിട്ടും നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.